ഹലോ, എന്നാ ഉണ്ട് വിശേഷം എല്ലാവർക്കും? രാവിലെ കേട്ടോ അങ്ങനെ രാവിലെ എഴുന്നേറ്റ് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് സോഫയിൽ അങ്ങനെ കുത്തിയിരിക്കുമോ കുറച്ച് നേരം ഒന്ന് റിലാക്സ് ആവണമല്ലോ. എന്നിട്ട് അടുക്കളയിലോട്ട് കയറി ദോശയായിരുന്നു കേട്ടോ രാവിലെ ഉണ്ടാക്കിയത്. രാവിലെ ദോശ ഉണ്ടാക്കി ദോശയിലേക്ക് കുറച്ച് നെയ്യ് ഇടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പഴയ കുറച്ച് കാര്യങ്ങൾ ഓർക്കും. ഞാൻ സൗദി അറേബ്യയിലായിരുന്നു നേരത്തെ വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ കൂട്ടുകാരി റുഹാമ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മിക്കപ്പോഴും തന്നെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കില്ലെങ്കിലും ദോശയ്ക്ക് എപ്പോഴും ഞങ്ങൾക്ക് മാവ് ഉണ്ടാവുമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഡ്യൂട്ടിയും കഴിഞ്ഞ് എന്നും എപ്പോഴും ഓവറെണ്ണായിരിക്കും ഡ്യൂട്ടി. അതും കഴിഞ്ഞ് ഞങ്ങൾ ക്ഷീണിച്ച് വന്നിട്ട് ശരിക്കും എപ്പോഴും ദോശ ഇങ്ങനെ രണ്ടുപേരും കൂടെ ഉണ്ടാക്കി കഴിക്കും. അതിനകത്താണെങ്കിൽ നിറച്ച് നെയ്യ്, ശരിക്കും ദോശ മാവിനേക്കാളും കൂടുതൽ ഞങ്ങൾ നെയ്യായിരുന്നു അതിനകത്ത് ഒഴിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾ കഴിക്കും. എല്ലാ ദിവസവും ഞാനിവിടെ വീട്ടിൽ ദോശ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഒരിക്കൽ പോലും അവൾ ഓർക്കാതിരുന്നിട്ടില്ല ശരിക്കും. അവളിപ്പോൾ സൗദി അറേബ്യയിൽ തന്നെയുണ്ട്. ഞാൻ ഇങ്ങോട്ട് മൂവ് ചെയ്തു അങ്ങനെ. പിന്നെ ദോശയുടെ കൂടെ ഞാൻ ഇന്നുണ്ടാക്കിയത് ജസ്റ്റ് എഗ് ഓംലെറ്റ് ആയിരുന്നു കേട്ടോ. ഇന്ന് എനിക്ക് കുറച്ച് കൂടുതൽ കാര്യങ്ങളുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അധികം വേറെ ഒന്നും പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയൊന്നുമില്ല. എഗ് ഓംലെറ്റും ഉണ്ടാക്കി, ദോശയും ആയിരുന്നു സെറ്റ് ചെയ്തത്. എന്തായാലും രണ്ടും നല്ല കോമ്പിനേഷനായിരുന്നു, അടിപൊളി. ഇന്ന് ശരിക്കും ഞാൻ ഒരു ഹാഫ് ഡേയുടെ ഒരു ഇതാണ് കേട്ടോ ഇടുന്നത്. ഹാഫ് ആയിട്ടുള്ള ദിവസം മാത്രമേ ഉള്ളൂ. പക്ഷേ എഗ് ഓംലെറ്റ് നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോഴാണ് വിചാരിച്ചത് കുരുമുളക് പൊടി നോക്കിയപ്പോഴത്തേക്ക് അത് തീർന്നുപോയി. അങ്ങനെ ഞാൻ മുളക് പൊടി ഇട്ടായിരുന്നെങ്കിലും നല്ല ടേസ്റ്റി ആയിരുന്നു. അങ്ങനെ എഗ് ഓംലെറ്റും ഉണ്ടാക്കി ഞാൻ ഹാർലിനെ ഒന്ന് സെറ്റ് ചെയ്തൊക്കെ നിർത്തിയിട്ട് ഞാൻ അടുത്ത പണിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. എന്താണേലും ഇന്നത്തെ ദിവസം എനിക്ക് ഓഫാണ്. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ കേട്ടോ. ഞാനും കൊച്ചും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ കുറച്ച് ഫുഡും ഒക്കെ കഴിച്ചിട്ട് കുറച്ച് പണി കാര്യങ്ങളിലേക്ക് തിരിയാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഹാർലിനെ ഫുഡും ഒക്കെ ഒന്ന് പിച്ചി ഇട്ട് കൊടുത്തിരിക്കുക. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ടി വിയും കണ്ടുകൊണ്ടായിരിക്കും മിക്കവാറും തന്നെ ഫുഡ് കഴിക്കുന്നത്, പ്രത്യേകിച്ച് രാവിലത്തത്. അങ്ങനെ അവൾക്ക് ഇതെല്ലാം ഇട്ട് കൊടുത്താൽ ശരിക്കും ഇപ്പം ഞാൻ അവളെ കൊണ്ട് ഒരുവിധം കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ചെയ്യിക്കും. അവളുടെ ടോയ്സൊക്കെ എടുത്ത് ഇടിയിക്കുക, ഫുഡൊക്കെ എടുത്ത് തന്നെ താൻ കഴിക്കുക. ചോറൊന്നും കഴിക്കാനായിട്ടില്ല പുള്ളിക്കാരി തന്നെ. എന്നാൽ കൂടി അവൾ ദോശയൊക്കെ അവൾ കഴിക്കും. ദോശ, ഓംലെറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവൾ കഴിക്കും. അങ്ങനെ ഞാൻ ഓർത്ത് തന്നെ ഒരു കാര്യം ചെയ്യാം, അവളുടെ ഉച്ചക്കത്തേക്കുള്ള ഫുഡും എൻ്റെ ഉച്ചക്കത്തേക്കുള്ള ഫുഡും ഒക്കെ റെഡിയാക്കിയിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നോക്കിയപ്പോൾ ഫ്രീസറിൽ 2 ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു. ചിക്കൻ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും വേണ്ട, ഹാർലിനും അത് തന്നെയാണ് ഇഷ്ടം. അങ്ങനെ ചിക്കൻ കുറച്ചെടുത്ത് വെള്ളത്തിലിട്ടിട്ട് ഞാൻ തുണി വാഷ് ചെയ്യാനായിട്ട് ഇടാമെന്ന് വിചാരിച്ചു. തുണി വാഷ് ചെയ്യാനിടുമ്പോൾ ഹാർലിനൊട്ട് സമ്മതിക്കുന്നില്ല. ഹാർലിനാണെങ്കിൽ അവൾക്ക് ഇടണം, സോപ്പിനകത്തോട്ട് സോപ്പല്ല. അങ്ങനെ ഞാൻ അവളെല്ലായിടത്തും അവിടെ എല്ലാം ആക്കി കേട്ടോ. ശരിക്കും ഞാൻ അതിൻ്റെ ആ ഡ്രോയർ തുറക്കും, അവളത് പിന്നെ വലിച്ചകത്തോട്ടാക്കും. അങ്ങനെ എനിക്ക് സ്റ്റേബിളായിട്ട് ഇടാൻ പറ്റും. 2-3 പ്രാവശ്യം ഞാൻ അവളെ എടുത്തു മാറ്റും, പിന്നെയും തിരിച്ചു വരും, എടുത്തു മാറ്റും, പിന്നെയും തിരിച്ചു വരും. പിന്നെ അവൾക്ക് ഈ ട്രൈപോഡ് വെച്ച് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ. ട്രൈപോഡ് കാണുമ്പോൾ അവൾക്ക് അവളുടെ കുറേ കാർട്ടൂൺ, സോങ്സ്, ഓപ്പൺ ഷട്ട് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അതിൻ്റെ അടുത്ത് വന്നതെന്ന് പറയണം. പിന്നെ കുറച്ച് നേരം അത് കഴിഞ്ഞ് കുറച്ച് നേരം ഞാൻ അവളെ എടുക്കണം, അവൾക്ക് ഉമ്മ കൊടുക്കണം. അങ്ങനെ ഞാൻ ഈ ജോലികൾ ചെയ്യുമ്പോഴാണ് അവൾക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, സോഫയിലിരുന്ന് അവൾ അവിടെ നിന്ന് കളിച്ചോളും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുരുമുളക് പൊടി ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് തന്നെ ഒരു കാര്യം ചെയ്യാം, കുരുമുളക് കുറച്ച് പൊടിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അത് നല്ലതാണല്ലോ. ചൂടാക്കി പൊടിക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. ചൂടാക്കി എല്ലാം തന്നെ ശരിക്കും പറഞ്ഞാൽ മസാലപ്പൊടി എല്ലാ കാര്യങ്ങളും എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും മിക്കവാറും ചെയ്യുന്നത്. അപ്പോൾ എനിക്കും അതാണ് ഇഷ്ടം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ ഈ കുരുമുളക് ചൂടാക്കി വരുമ്പോഴത്തേക്ക് ഭയങ്കര നല്ല സ്മെല്ലാണ്. അപ്പോൾ ഹാർലിൻ അത് ഞാൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ശരിക്കും അവൾക്ക് ദേ ഉറക്കം വന്നു. അപ്പോൾ ഞാനവിടെ തന്നെ അവൾക്ക് കുറച്ച് പാലൊക്കെ കൊടുത്തിട്ട് കൊണ്ടുവരാമെന്ന്. പാല് കൊടുത്ത് പുള്ളിക്കാരി ഉറങ്ങുമെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അവിടെ കൊണ്ടുപോയി കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടി ഇതെല്ലാം കഴിഞ്ഞ് ടയേർഡായി കഴിഞ്ഞിട്ട് അവൾ ഉറങ്ങിയൊന്നുമില്ല. അവൾക്ക് പിന്നെയും ഇവിടെ വന്ന് അവളുടെ ടോയ്സിൻ്റെ കൂടെ കളിക്കണം, അതൊക്കെയാണ് അവളുടെ ഇപ്പോഴത്തെ ചിന്ത. അങ്ങനെ കുരുമുളകും പൊടിച്ചിട്ട് അവൾക്ക് ഇച്ചിരി നേരം ടി വി വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ഉച്ചക്കത്തെ ഒരു പണിയും നടക്കത്തില്ലെന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ അവളുടെ ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങുക. പണ്ടൊക്കെ എല്ലാവരും പിള്ളേർക്ക് ടി വി ഒക്കെ വെച്ച് കൊടുക്കുമ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു, ഇവരൊക്കെ എന്ത് തരത്തിലുള്ള പാരൻസ്, അവരെന്തിനാ പിള്ളേരെ ഇങ്ങനെ ടി വി ഒക്കെ കാണിക്കുക വെച്ച് ഇങ്ങനെ സമയം കളയിക്കുന്ന, അവർക്ക് വേറെയുള്ള ആക്ടിവിറ്റീസൊക്കെ കൊടുത്തുകൂടെ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓർത്തിട്ട് ഞാനത് ഇപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത്, ഇതെന്താണ് ഞാനെന്തിനാ അങ്ങനെ തിങ്ക് ചെയ്തത്. ഇപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കാര്യമൊന്നും എനിക്ക് ഇച്ചിരി നേരം എന്തെങ്കിലും ടി വി ഒക്കെ വെച്ച് കൊടുക്കാതെ ഒന്നും നടക്കാറില്ല കേട്ടോ.
അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അവളുടെ ഫുഡ് ഒരു തരം സെറ്റാക്കി അവിടെ വെച്ചിട്ട് എനിക്കൊരു ചിക്കൻ ഗ്രില്ല് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത്, എയർ ഫ്രയറിൽ കേട്ടോ. അങ്ങനെ വളരെ മൈന്യൂട്ടായിട്ടുള്ള മസാലകൾ മാത്രം, കുരുമുളക് പൊടി, ഒലിവ് ഓയിൽ, ഉപ്പ്, പിന്നെ കുറച്ച് ചിക്കൻ മസാലയും, പിന്നെ ഒലിവ് ഓയിൽ ഒഴിച്ചു കേട്ടോ. അത്രയും സാധനങ്ങൾ ഇട്ടിട്ട് ഞാൻ എയർ ഫ്രയറിൽ, അപ്പോൾ എയർ ഫ്രയറിൽ 180 ഡിഗ്രിയിൽ 185 ഓക്കെ 25 മിനിറ്റ്സ് ആയിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഹാഫ് കുറച്ചും കൂടിയേ വെച്ചിട്ട് പിന്നെ ഞാൻ ഓർത്ത് കുറച്ച് കഴിയുമ്പോൾ മറിച്ചിടാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് എനിക്ക് കുറേ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അങ്ങനെ അതും കഴുകി. അപ്പോഴാണ് ഞാൻ കെറ്റിൽ കണ്ടത്. കുറച്ച് ദിവസമായി, 2-3 ദിവസമായി നല്ലപോലെ കഴുകിയിട്ടല്ല, ജസ്റ്റ് കഴുകൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതെപ്പോഴും ഇതിനകത്ത് ഇതിങ്ങനെ പിടിച്ച് ഇങ്ങനെ ഇരിക്കും കേട്ടോ, ഈ ഒരു വൈറ്റ് കളറിലെ ഈ സാധനം. അതെങ്ങനെയാണ് ഈസി ആയിട്ട് കളയുന്നത്? പലരും എനിക്ക് ഒത്തിരി ടെക്നിക്കുകൾ പറഞ്ഞു തന്നു അതിന്, പക്ഷെ അതൊന്നും വർക്കായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ ഞാനിങ്ങനെ എടുത്ത് ഭയങ്കര സ്ട്രെയിൻ എടുത്താണ് എന്നും തേച്ച് കഴുകി അതിങ്ങനെ വെളുപ്പിച്ചെടുക്കുന്നത്. എന്താണേലും അത് ഇവിടെ വന്നിട്ടാണ് ശരിക്കും ഞാനത് കാണുന്നത്. അതുകൊണ്ട് ഇതിന്ന് ശരിക്കും കാണാൻ വേണ്ടി നേരത്തെ ഞങ്ങൾക്ക് സ്റ്റീലിൻ്റെ ആയിരുന്നു. ഞാനിപ്പോൾ ഈ നമ്മുടെ ഈ കളറിലാണ് ഗ്ലാസിൻ്റെത് മേടിച്ചത്. ശരിക്കും എനിക്ക് അതൊന്ന് കണ്ട് നല്ലപോലെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനത് മേടിച്ചത്. അതെന്തായാലും നല്ലതായിരുന്നു. അതും കഴിഞ്ഞ് കിച്ചനും ഒന്ന് ക്ലീൻ ആക്കിയപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നു കേട്ടോ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്ന് ഇത് മാത്രം കഴിക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ കുറച്ച് സാലഡിൻ്റെ ഇതും കൂടെ എടുത്ത് ഞാനും കഴിക്കാനിരുന്നു. അവൾക്കും ഉച്ചക്കത്തെ ഫുഡ് ശരിക്കും അവൾക്ക് റൈസും ചിക്കനും ഒക്കെ കൂടി ആയിരുന്നതുകൊണ്ട് അവളെ കൊണ്ട് കഴിപ്പിക്കാതെ ഞാൻ തന്നെ വാരിക്കൊടുത്തു. അല്ലെന്നുണ്ടെങ്കിൽ അവളോട്ട് കഴിക്കത്തുമില്ല, അവിടെ എല്ലാം മൊത്തത്തിൽ ഇടും. അതുകൊണ്ട് ഞാനോർത്ത് ഞാൻ വാരിക്കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന്. പിന്നെയും TV വെച്ചു അവളെ കാണിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ കുറച്ച് നേരം ഇതെല്ലാം കഴിഞ്ഞിട്ട് റിലാക്സ് ചെയ്ത് അങ്ങനെ ഇരുന്നു. ക്ലോക്ക് നോക്കിയപ്പോഴാണ് മനസ്സിലായത് നേരം പോയത്